ഇപ്പൊ വിഷ്ണു കൊച്ചിക്കാരൻ ഫ്രീ ആയിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൈസ മേടിച്ചിട്ടല്ല ചെയ്യുന്നത്? ഞാൻ മര്യാദയ്ക്ക് പെരേര 4000 5,000 ഇടുന്നപ്പോൾ ഞാൻ 1000 രൂപ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നെയും കൊണ്ട് 3000 രൂപയ്ക്ക് ചെയ്യാൻ പറഞ്ഞത് ഈ പറയുന്ന വിഷ്ണു കൊച്ചിക്കാരനാണ്. എന്നിട്ട് 3000 രൂപയ്ക്ക് ഒരു വീഡിയോ ഇട്ട് പകുതി കാശ് അവൻ കൊണ്ടുപോകും. എന്നിട്ട് ഇപ്പോൾ അവൻ പറയുന്നത് അവന് പൈസ വേണ്ടാണ്. അവനെ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചാണ് ഇവിടെ എത്തിയതാണ്. ഉച്ച വരെ പെരേരയോടൊപ്പം നടക്കും, അതിന് എൻ്റെ ഒപ്പം ഞങ്ങളുടെ ഒപ്പം വന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്നിട്ട് അവർ മീഡിയയ്ക്ക് അയച്ചു കൊടുക്കുക. ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും ഞങ്ങളെ തള്ളിപ്പറയാണ്. ഞങ്ങളെ രണ്ടുപേരും വെച്ച് പെരേര കാശ് കൊടുക്കുന്നില്ല. പെരേര നന്നായിട്ട് കാശ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം 1000 2000 വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവ സ്ത്രീ വിഷയത്തിൽ നീറ്റാണ്. പെരേരയെ കുറ്റം പറയണം. ഈ പെരേരയുടെ ഒപ്പം ഒരു കള്ളടിക്ക് പോയ ആളാണ് വിഷ്ണു കൊച്ചിക്കാരൻ. അവിടെയാണ് പോയിട്ടാണ് രാത്രി എൻ്റെ ഒപ്പം റോന്ത് പടം കാണാൻ വന്നിട്ട് അവന് ചൊറി സഹിക്കാൻ വയ്യാതെ അവൻ ആ തിയേറ്റർ വിട്ട് ഹോസ്പിറ്റലിൽ പോയ പാർട്ടിയാണ്. ഇപ്പോൾ സ്ത്രീ വിഷയത്തിൽ നീറ്റാണ് പറയണം, പെരേര കുറ്റം പറയണം. പിന്നെ ഇവന് ഞങ്ങളോട് ഒരു ആത്മാർത്ഥതയില്ല. ഞങ്ങളുടെ ഫെയിം ഉപയോഗിക്കുക. പെരേരയുടെ എന്തോ കണ്ണകിയുടെ ഇഷ്യൂ ആണ്. എൻ്റെ ക്യാൻസറിൻ്റെ അവളെ അതിൻ്റെ ഇഷ്യൂ ആണ്. ഇവൻ വിശ്വസിക്കാൻ പറ്റില്ലാണ്. ഇപ്പം എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്നെയാണ് പോലീസ് ഒറ്റ കൊടുത്തിട്ട് വേണം പറയണം. എന്നെ ഇവിടെ ഇവൻ പറഞ്ഞ വലിയ കാര്യം ചെയ്തോണ്ട് ഞാൻ ഇങ്ങനെ നന്ദിയില്ല. എന്നെ ചോദിച്ചു വേണം കേട്ടോ. അപ്പോൾ അവൻ തടി തപ്പ് കാണും. എന്നെ അന്ന് തൃപ്പുണ്ടൽ ലോഡ്ജ് കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പോലീസ് വന്നില്ല. പോലീസ് ഇൻഫോർമേഷൻ കൊടുത്ത് വേണം പറയണം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്കത് കേസ് കൊടുത്ത ആ നടിയുടെ ഫോട്ടോയിലിട്ടു. പിന്നെ ഇവനെ ജയിലിൽ വന്ന് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഒരു ലൊടുക്ക് അഡ്വക്കേറ്റിന് വെച്ചു, ഒരു കഴിവില്ലാത്ത. എന്നിട്ട് ആ അഡ്വക്കേറ്റ് മാറ്റാൻ എൻ്റെ സിസ്റ്റേഴ്സ് കഷ്ടപ്പെട്ടു. അവൻ ഭയങ്കര റിവ്യൂ ചോദിച്ചതാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി. അതെല്ലാം ഇവൻ എന്ത് പങ്കുണ്ട് അവൻ്റെ അഡ്വക്കേറ്റായി. പിന്നെ ഇവൻ്റെ പേര് പേടി പറഞ്ഞാൽ മലപ്പുറത്തെ പല ആൾക്കാർ പറഞ്ഞാൽ ആറാട്ടൻ്റെ കേസ് വാദിക്കാൻ കാശിൽ തരാം, അതും അടിച്ചു പറ്റിയിട്ടുണ്ടോ അറിയില്ല. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നും ചതിക്കുന്നതാണ് ഇവൻ. എന്താണ് എന്നെ കുറിച്ച് അന്ന് ക്യാൻസറിൻ്റെ ഇതിൽ വന്നിപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് കുറേ നെഗറ്റീവ് പറഞ്ഞായിരുന്നു. ഇനി ഞാൻ പെരേര അവനെ അടുപ്പിക്കില്ല, ഞങ്ങൾക്ക് മതിയായി. ഇപ്പം ഞാൻ ഒരിക്കൽ സൂപ്പർവായിട്ട് പറഞ്ഞ ഒരു മലപ്പുറത്ത് പോയി രൂപയാണ് 15,000 രൂപയാണ്. അവൻ എന്ത് ഫോൺ നമ്പർ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ആശ്രയിക്കുകയാണ്. ഞാൻ തരാൻ പറ്റില്ല. നല്ല എമൗണ്ട് ചോദിച്ചു. അവനെ ഫോൺ നമ്പർ കൊടുത്താന്ന് പറഞ്ഞിട്ട് അന്ന് കാശ് വേണം, എല്ലാത്തിനും അവന് കാശ് വേണം. ഫുഡിൽ എത്ര വാങ്ങിച്ചു കൊടുത്തെന്ന് അറിയാം. എന്നിട്ട് അതൊന്നും നന്ദിയില്ല. എന്ത് ഫുഡ് ഏത് ലുലുമാളിൽ PVR കയറി ഫോർമാളിൽ PVR കയറി അവിടുത്തെ പെപ്സി ഒക്കെയാണ് വാങ്ങിച്ചു കുടിക്കുന്ന. ഞാൻ കൂടുതൽ വെള്ളം കുടിക്കുന്ന. അവിടുത്തെ പെപ്സിയുടെ വില അറിയാമല്ല. എല്ലാം ചെയ്തു കൊടുത്ത അവസാനം ഇപ്പോൾ അവൻ പറയുന്നത് ഞങ്ങൾക്ക് അവനോട് നന്ദിയില്ല. അവനാണ് ഞങ്ങളോട് നന്ദി കാണിക്കേണ്ട. അവൻ്റെ കാര്യം എടുപ്പിക്കാൻ അവൻ സ്ഥലം വിട്ടു. ഞങ്ങൾ 2 year ഉപയോഗിച്ചാണ് ഇത്രയും വരെ എത്തിയത്. പിന്നെ വലിയ നൻപം വരെ അവൻ ഫ്രീ ആയിട്ട് ചെയ്യണം. എന്നെ കൊണ്ട് ഞാൻ വാങ്ങിയ കാശ് ഇല്ല പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ കാശ് ഇല്ലാതെ ചെയ്യണം. അത് 300 വീഡിയോ. അത് വിശ്വസിക്കാവുന്ന തമാശ കാര്യം പറയാൻ എന്തൊക്കെയാണ് വിളിച്ചു പറയണം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ എന്ന് ചതിക്കുന്നതാണ്. ചതി ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പെരേരയുടെ എത്ര എന്നെക്കാട്ടിൽ കൊടുത്തത് പെരേരയാണ്. എല്ലാ ദിവസവും 1000 2000 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ നന്മമാരായിട്ട് മാറുകയാണ് വിശ്വസിച്ച്. ഞങ്ങൾ 2 പേരും വേണ്ട ഈ ലെവലെത്തി.